സ്റ്റാർട്ടിങ് ട്രബിൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ 5-6 ടേക്ക് എടുത്തിട്ടാണ് കേട്ടോ. എങ്ങനെയല്ലോ ഞാൻ അങ്ങനെ ഒരു ഫസ്റ്റ് ടേക്ക് എടുത്തു. എനിക്ക് തോന്നുന്നത് സെറ്റാവുമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ പോകുന്ന അമ്പലത്തിലാണ്. ഇന്ന് എനിക്കൊരു നല്ല ഡേ ആണ്, എന്തുകൊണ്ടോ നല്ല രസമുള്ളൊരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഇത് തുടങ്ങാനൊരു റീസൺ ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മീൻസ് വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനത് അവരോട് ഓപ്പൺലി പറഞ്ഞിട്ടില്ല. ഈ വ്ളോഗ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ആരാണ്. ഞാൻ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. കാരണം ഒന്നാമത് എനിക്ക് ടൈം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ട്യൂഷൻ എടുക്കണം, പിന്നെ കോളേജിൽ പോകണം, അങ്ങനെ കുറച്ച് നല്ല മഴയുണ്ട്. ഓക്കെ, നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നുമുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം ഒറ്റയ്ക്ക് ഞാൻ തന്നെ ചെയ്യണ്ടേ, എഡിറ്റിംഗ് ആയാലും ഒക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു മതി, പിന്നെ ചെയ്യാൻ ആ ഒരു മൂഡായിരുന്നു. സോ ഇന്നെന്തായാലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ ഒരു യെല്ലോ കുർത്തിയാണ് കേട്ടോ ഞാൻ ഇട്ട്. എനിക്കറിയില്ല ഇത് എത്രമാത്രം സെറ്റാവുമെന്ന്. അമ്പലം നമ്മൾ വയൽ കഴിഞ്ഞിട്ട് കുറച്ച് നടന്നിട്ടൊക്കെ പോകാനുള്ള അമ്പലമാണ്. ഓട്ടോ പോവാം, പക്ഷേ എനിക്കിന്ന് നടന്നിട്ട് പോകാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ നടന്നിട്ടാണ് പോകുന്നത്. ഒറ്റയ്ക്കാണ് കേട്ടോ, ആരുമില്ല, ഒറ്റയ്ക്കാണ് പോകാൻ പോകുന്നത്. അപ്പം വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. അതിൻ്റെ കുറച്ച് എന്താ പറയുക, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ വ്ളോഗിൽ. വാട്ടെവർ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സോറി, അമ്പലത്തിൽ പോവാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. എൻ്റെ കുർത്തിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മഞ്ഞ കുർത്തി എൻ്റെ അമ്മേൻ്റെയാണ് കേട്ടോ, എൻ്റെ അല്ല. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഗൈസ്, ദ ട്രൂത്ത് ഈസ് എനിക്ക് വഴി അറിയില്ല. ആരോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പോകേണ്ടി വരും. എനിക്കിപ്പോൾ അതല്ല ടെൻഷൻ. നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൊത്തം പൂപ്പലുണ്ട്. ഞാൻ എവിടെയും വീണിട്ടുണ്ടെങ്കിൽ എന്നെ ഒരാളും കാണൂല. കാരണം ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയിട്ടാണുള്ളത്. ഞാൻ എപ്പോഴും പോകുന്ന വഴിയാണ്. ഞാൻ കോളേജ് വിട്ടാൽ ഡെയിലി നടന്നിട്ട് വരുന്ന വഴിയായത്. പക്ഷെ ഞാനിങ്ങനെ പോയിട്ട് കുറേ കാലമായി. പണ്ട് +2 പഠിക്കുമ്പം പോയിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ കോളേജ് തിരിച്ച് വരുന്ന വഴിയല്ലേ ഉള്ളൂ. പോയിട്ട് ഞാൻ കുറേ കാലമായി. അപ്പോൾ എനിക്ക് അങ്ങനെ നൊസ്റ്റ് അടിക്കണം. മഴയത്ത് എനിക്ക് എവിടെയും പോകുന്നത് ഇഷ്ടമല്ല, കാരണം ഫുൾ ചളിയായിരിക്കും. ഇപ്പം എൻ്റെ പാൻറ്റിൻ്റെ ഹാഫ് പോർഷൻ ഇല്ല, എന്നാലും ഒരു 1/3 പാർട്ട് മൊത്തം ചളിയും വെള്ളമെല്ലാം ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് കുളിക്കാം. നമ്മൾ റോഡിൻ്റെ അടുത്ത് എത്തി. ഇനിയിപ്പോൾ ആരോടൊന്ന് ചോദിക്കണം എവിടെയാണ് സ്ഥലം എന്നല്ലോ. ഗൈസ്, ഞാൻ പെട്ടു ഗൈസ്. ഞാൻ ഏതോ ഒരു വഴിയിലേക്ക് കൂടെ വന്നപ്പം അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. സോ ഇനി സ്ട്രെയിറ്റ് റോഡിലേക്ക് കൂടെ പോകാനുള്ള ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, ആരെങ്കിലും കൂട്ടിയാൽ മതി. പക്ഷെ ആരും ഇല്ല. ലൈക്ക് എൻ്റെ പീരീഡ്സിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ടാവുമല്ലോ. സോ ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഒറ്റക്കായ. ഒരു ഡോഗെല്ലാം വരുന്നുണ്ട്. ടാറ്റാ. അതത്രേ ഉള്ളൂ. പണ്ട് ഞാൻ നായിനെല്ലാം കണ്ടാൽ പേടിച്ചിട്ട് ഓടും. പക്ഷെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായതിന് ശേഷം ഞാൻ പേടിക്കലില്ല. ആ അനുഭവം ഞാൻ പറയുന്നില്ല, കാരണം അത് വലിയൊരു കഥയാണ്. ഒരു കട്ട് റോഡ് ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞു. ഐ തിങ്ക് ഇതല്ലായിരിക്കും, കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗും മഴയും എല്ലാം ആയിട്ട് മൊത്തമൊരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കുറേ വീടുള്ളതുകൊണ്ടൊരു സമാധാനമുണ്ട്, ആരോടെങ്കിലും ചോദിക്കാമല്ലോ എന്നുള്ള ഒരു സമാധാനമുണ്ട്. എനിക്കൊന്നും ചിരി വരുന്നുണ്ട് കേട്ടോ, കാര്യം പറയാം. മഴ കുറഞ്ഞു ഗൈസ്, അതാണൊരു ആശ്വാസം. അതുകൂടി ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് പെട്ടിട്ടുണ്ടാവും. ഒരു മദ്രസ കഴിഞ്ഞാൽ പോകാനാണ് പറഞ്ഞത്, അവിടുത്തെ ഒരു ഷോപ്പിലുള്ള കഴിക്കാൻ. മദ്രസ തപ്പിയിട്ട് ഞാനിപ്പോൾ 5 മിനിറ്റായി, 5-10 മിനിറ്റായി. കിട്ടിയാൽ കൊള്ളാം. ഒറ്റയ്ക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി. കാര്യം കുറേ പോകാനുണ്ട്. കുറേ കാലത്തിന് ശേഷമായിട്ടോ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. ഇങ്ങനെ ഇത്രയും ദൂരം ശരിക്കും ഒരു ഓട്ടോ പിടിച്ച് പോകാനുള്ളൂ എനിക്ക്. പക്ഷെ നമ്മളിങ്ങനെ എന്താ പറയുക, അഡ്വഞ്ചറസ് എടുക്കാമെന്നൊരു തീരുമാനം എടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാണ്ടെടുക്കാൻ പറ്റുള്ളൂ. അനക്കതല്ല ഇപ്പോൾ ടെൻഷൻ. നമ്മളിപ്പോൾ തിരിച്ചു വരുമ്പം സമയം എത്രയാവും ഒരു ഐഡിയ ഇല്ല. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, അതാണ് ഏറ്റവും വലിയ കോമഡി. ഞാൻ പൈസ എടുത്തിട്ടില്ല. കറക്റ്റ് ഒരു പുഷ്പാഞ്ജലി ഏൽപ്പിക്കേണ്ട പൈസയും പിന്നെ ഒരു തേങ്ങ കൊടുക്കാനുണ്ട്, അതിൻ്റെ പൈസ മാത്രമേ ഞാൻ എടുത്താൽ. കാരണം നമ്മുടെ വീടിന് അടുത്താണല്ലോ എന്നുള്ളൊരു ഊഹാപോഹത്തിൽ വാട്ടവർ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് നോക്കാം.
അങ്ങനെ നമ്മളൊരു പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ പാലം കടന്നാൽ ഒരു മദ്രസ ഉണ്ടാവും. മദ്രസ കഴിഞ്ഞാൽ ബാക്കി എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എന്തോ പറഞ്ഞു. ഐ തിങ്ക് നമുക്ക് അവിടെ എത്തിയ ആൾക്കാരോട് ചോദിക്കാം. നൈസ് ഏരിയ ഗൈസ്, അടിപൊളി. ഇവിടെ നല്ല അടിപൊളി. വീടാണോ? യെസ് വീടാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. എന്താ ഇനി ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിരിക്കും. സ്ട്രെയിറ്റ് പോയാൽ ഒരു മദ്രസ ഉണ്ടാവുന്ന പറഞ്ഞാൽ നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചല്ലേ. അപ്പം നമുക്ക് അമ്പലം കണ്ടെത്തിയിട്ടല്ല കാര്യം. ഭാഗ്യത്തിന് ഞാൻ ഇവിടെ എത്തിയപ്പോൾ വലിയ മഴ. കുറേ ചക്കയുണ്ടല്ലോടോ. വാവും, പറിക്കാൻ പറ്റൂല, അത്രയും മുകളിലുള്ള ചക്ക കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. കാരണം വീട്ടിൽ കുറേ ചക്ക ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്നാലും ചക്ക ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ കുളച്ച് കാണുമ്പോൾ ഒരു ഹായ് ചക്ക ഒരു സംഭവമില്ലേ, അതുണ്ട്. കുറേ കാലമായി ഇങ്ങനെ ഒറ്റക്കാലം നടന്നിട്ട്. കോളേജ് വിട്ടതിനും ഒറ്റക്കാലം നടന്നിട്ടെല്ലാം വരും. പക്ഷെ ഒരു സ്ഥലത്തെല്ലാം പോയിട്ട് കുറേ കാലമായി. ഭയങ്കര ഇഷ്ടം എനിക്കിങ്ങനെ പോകാൻ. ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാം, ഒറ്റയ്ക്ക് ഇതുപോലെ ട്രിപ്പ് പോവാം, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ പറയുക, ഇതുപോലെ പെട്ട അവസ്ഥയിൽ നമുക്ക് ആരെങ്കിലും ഉണ്ടാവണമെന്ന് തോന്നും. ലൈക്ക് കുറേ നടക്കാനുണ്ടാവും, ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല, അത് തോന്നും. പക്ഷെ ഇഷ്ടമാണ്. കുറേ കാലത്തിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് പോകും, നല്ല സന്തോഷമുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ. ഗൈസ്, നമ്മൾ വഴി തെറ്റി. അടിപൊളിയായിട്ടുണ്ട്. ഞാനൊരു ബോർഡ് കണ്ടിട്ട് അതിന് കുറേ നടന്നു. ഒരു തൈക്കണ്ണി മടപ്പുരൻ്റെ ബോർഡുണ്ട്, അത് കടന്നിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് അടിച്ചാൽ മതി. പക്ഷെ ഞാൻ കുറേ ഇങ്ങോട്ട് നടന്നു. നമ്മൾ വ്ലോഗ് എടുക്കുമ്പം താനേ നടന്നു പോകുമല്ലോ, ആ ഒരു രീതിയിൽ നടന്നേ തോന്നുന്നു. നല്ല ചിരി വരുന്നുണ്ട് കേട്ടോ എൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ. സീരിയസ്ലി ആ ബോർഡ് കടന്നിട്ട് എനിക്ക് ഒരു ലെഫ്റ്റ് റോഡ് നടന്നാൽ മതി. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് ഓവർ കോൺഫിഡൻസിൽ ഒറ്റ നടത്തങ്ങ് നടന്നു. വേഗം എത്തിയല്ലോ. അതാണ് പറയുന്നത്, ഓവർ കോൺഫിഡൻസ് പാടില്ലാന്ന്. കിട്ടണം, ആ ബോർഡ് തപ്പിയിട്ട് ഞാനിനി പോകണം. അതാണ് അടുത്ത ടാസ്ക്. സംഹൗ ഞാൻ അമ്പലത്തിലെത്തി. ബോർഡ് ഉണ്ടോ? പാട്ടെല്ലാം കേൾക്കുന്നുണ്ട്. ടെൻഷൻ അടിക്കാണ്ട് പോവാം. വാവ്, നമുക്കറിയില്ല കേട്ടോ, അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ പുറത്തെല്ലാം ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ചന്ദനക്കുറിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലം ചുറ്റും ഒന്ന് നടക്കാം. നല്ല രസമാട്ടോ ഇങ്ങനെ നടക്കാൻ, നല്ല തണുപ്പെല്ലാം ഉണ്ട്. വാവ് ഗൈസ്, അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ വ്ളോഗ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പേ ചെയ്യൂ. കാരണം നമ്മൾ അമ്പലത്തിൽ പോകുന്നതെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനാണ്. ആ ഒരു കോൺസെൻട്രേഷനും ആ ഒരു എന്താ പറയുക, നല്ലൊരു പീസ്ഫുള്ളിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ഒരു അമ്പലത്തിൽ പോയാൽ ഫീൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കാൻ കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല സീനറിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, അടിപൊളി എക്സ്പീരിയൻസ്. മഴ പോയി കേട്ടോ, അതുകൊണ്ട് കുട ഇങ്ങനെ കൈ പിടിച്ച് നിന്നിട്ടില്ല. നമുക്കിനി നടന്നിട്ട് പോവാം. എത്ര മണിക്ക് വീട്ടിലെത്തുമെന്ന് ഐഡിയ ഇല്ല. വന്ന വഴി മറക്കരുതെന്ന് എല്ലാവരും പറയുന്നത് വെറുതെ ഉള്ള കേട്ടോ. അനുഭവത്തിൽ വന്ന വഴി മറന്നുപോയി. എങ്ങോട്ടേക്ക് കുറേ, ഒന്നാമത് ഇവിടെ ഫുള്ള് കുറേ വഴിയുള്ളതുകൊണ്ട് മൊത്തം കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഗായ്സ്. അപ്പം നമ്മളൊരു കുന്ന് കയറാൻ പോവാണ്. ടാസ്ക്, നെക്സ്റ്റ് ടാസ്ക്. ഒറ്റക്ക് പോകുമ്പം എല്ലാവർക്കും പേടിയുണ്ടാവും, സ്വാഭാവികം. പക്ഷേ ഞാൻ ചെയ്യുന്നൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ഏതെങ്കിലും ഗേൾസ് കാണുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ എന്നാലും ഒറ്റക്ക് പോകുമ്പം അയ്യോ കിടക്കുന്നുണ്ടല്ലേ, ഞാൻ കുറച്ച് നിൽക്കട്ടെ. ഒറ്റക്ക് പോകുമ്പോൾ എല്ലാവർക്കും നല്ല പേടി ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളിങ്ങനെ പേടിച്ച പോലെ മുഖാക്കുമ്പം
കാണുന്ന ആൾക്കാർക്ക് ആർക്കാന്ന് മനസ്സിലായല്ലോ, ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അവരെയൊക്കെ നമുക്ക് നല്ല പേടിയുണ്ട്. അപ്പം ബാക്കി ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം ഒരിക്കലും നമ്മളങ്ങനെ പേടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെയും പേടിക്കണ്ട. നമ്മൾ നല്ല ബോൾഡായിട്ട് ഒറ്റക്ക് പോകുമ്പോൾ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ എന്നെ പോലെ ഒരു പേടിയില്ലാത്ത ഭയങ്കര ബോൾഡായിട്ട് നടക്കുക. അപ്പം ഒരു പ്രശ്നവും വരില്ല. ഓക്കെ, നല്ലോണം കിടക്കുന്നുണ്ട്. വലിയ കുന്നാണ് ഞാൻ കയറിയേ. ഇനി ഇങ്ങോട്ടാണ് പോകണ്ടേ? ഇങ്ങോട്ട് സ്ട്രെയിറ്റ് റോഡ്. ഇങ്ങോട്ട് പോയാൽ വേറെ റൂട്ടാണ്. പഠിച്ച് ഇത് വേറെ റൂട്ടാണ്. നമ്മളിന്ന് ഏകദേശം ഒരു 10-15 റൂട്ട് ഫുഡായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. കുന്ന് ചെയ്യുന്നുണ്ട്. അമ്മേ എനിക്ക് കഴിയില്ല കേട്ടോ. ഇനി ഞാൻ ആരെയും കൂട്ടിയിട്ടേ വരും. പക്ഷെ ഇഷ്ടമായി, ഒറ്റക്ക് പോയിട്ട് ഇഷ്ടമായി. പക്ഷേ ആരെയും കൂട്ടിപ്പോകുമ്പോൾ നമുക്ക് ഇരയിടന്നാകുമ്പോൾ പ്രശ്നമില്ലല്ലോ, കൂടെ ഒരാളുണ്ട് എന്നുള്ളൊരു ഇതുണ്ടാവും. വീട്ടിൽ പിന്നെ അറിയാം എന്തായാലും ഫുഡ് കഴിക്കാനാകുമ്പോൾ വീട്ടിലെത്തുമെന്ന് അറിയാം. അതുകൊണ്ട് വീട്ടിലാർക്കും ടെൻഷൻ ഉണ്ടാവില്ല. യാ നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. എത്തിയിരിക്കുന്നത് കുറേ നേരം ഞാൻ പറയുന്നത്. ഒരു ഷോപ്പ് ഉണ്ട്, ചോദിച്ചു നോക്കാം. ഗൈസ് വീട്ടിലെത്തി ഗൈസ്. ഇപ്പം എത്തി, കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ഇനി ഡ്രസ്സെല്ലാം മാറി ഒന്ന് ഇരിക്കട്ടെ. കുറേ നടന്ന്, എനിക്കറിയില്ല എത്ര കിലോമീറ്റർ നടന്നു. എനിക്കറിയില്ല, കുറേ നടന്നിട്ടുണ്ടാവും. അടുത്ത വീഡിയോ കാണാം. ബൈ.